ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. ഇത് ചെടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എല്ലാവർക്കും എന്താണ് ഞാനിന്ന് വീഡിയോ ഇടാൻ പോകുന്നതെന്ന്. ഇത് എൻ്റെ സ്പൈഡർ പ്ലാന്റാണ്. ഞാനിവിടെ കുറേ പ്രാവശ്യം ഈ സ്പൈഡർ പ്ലാന്റ് മേടിച്ച് വെച്ച് വളർത്തി ഫെയിലായിപ്പോയൊരു കാര്യമാണ്. ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം കൊണ്ടുവന്ന സ്പൈഡർ പ്ലാന്റാണ് കേട്ടോ. ഞാൻ വലിയ മദർ പ്ലാന്റിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ അടർത്തിക്കൊണ്ട് വന്നാണ് ഇപ്രാവശ്യം ഇതൊന്ന് നട്ടുപിടിപ്പിച്ചത്. ഇതുവരെ ഇപ്പം 2-3 മാസമായി, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ ഇത് നല്ലതുപോലെ വളരുന്ന ചെടിയാണ്. ഇവിടെ നമ്മൾ പുറത്ത് വെക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൂടാണ്. ഷെയ്ഡിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും ഇവിടെ. പക്ഷേ ഇപ്പോഴത്തെ ചൂട്, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നല്ല ചൂടാണ്. അതുകൊണ്ട് ഇത് ഷെയ്ഡിൽ പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കൂടുതലും എല്ലാവരും ഇൻഡോറായിട്ട് തന്നെയാണ് വളർത്തുന്നത്. നാട്ടിൽ നമ്മൾ ഔട്ട്ഡോറും വളർത്താറുണ്ട്, പക്ഷേ ഇവിടെ ഇൻഡോറാണ് കൂടുതലും എല്ലാവരും വളർത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഫെയിലായ കാര്യമാണ്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കുറേ പ്ലാന്റ് കൊണ്ടുവന്നായിരുന്നു. അതിനകത്തുള്ള ഒന്ന് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് ഞാൻ നട്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഞാനത് പേടിച്ചിട്ടാണ് ഒരു ചട്ടിയിൽ ഇങ്ങനെ 3-4 പ്ലാന്റ് വെച്ച് നട്ടത്. കാരണം കുറേ പ്രാവശ്യത്തെ അനുഭവമാണ് എൻ്റെ. ഇത് അഴുക്കായി പോകുന്നുണ്ട്. പിന്നെ എല്ലാ ഇലയും ഇത് ഇങ്ങനെ കരിഞ്ഞ് വന്നിട്ട് ഇതങ്ങ് അഴുക്കായി പോകുമായിരുന്നു ചെയ്യാറുള്ളത്. അവിടെ ഇപ്രാവശ്യം ഞാനത് ഒരു ചട്ടിക്കകത്തുള്ള 3-4 ചട്ടിയുണ്ട് കേട്ടോ. ചട്ടിയിൽ നിറയെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചട്ടിക്കകത്ത് ഇപ്പം ഞാൻ 4 പ്ലാന്റൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിനകത്തിൽ ഞാൻ ലെക്ക ബോൾസ് ഇട്ടിട്ട് അതിനകത്തുള്ള സ്പൈഡർ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. നിറയെ കിഴുത്തകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ഗ്ലാസ് പൊക്കിയെടുക്കുന്ന സമയത്തേക്ക് ആ വെള്ളം ഊർന്നു പോകും. അതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ നേരെ ചുവട്ടിൽ വെള്ളം ചെല്ലാതിരിക്കാൻ വേണ്ടി, കാരണം വേരുകളിൽ മാത്രം വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടൈറ്റിലിൽ പറഞ്ഞ പോലെ പൊട്ടിയ ഗ്ലാസ്സാണ്. പൊട്ടിയ ഗ്ലാസ്സിനകത്തിൽ ഞാൻ കുറച്ച് ഇത്രയും വരെ വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സിനകത്തിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ലെക്ക ബോൾസിൽ വെച്ചിരിക്കുന്ന സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോഴത്തേന് അത് പകുതി വെള്ളം നിറയും, അങ്ങ് മൂട് വരെ എത്തുകയില്ല. അന്നേരം നമ്മുടെ ചെടി അളിഞ്ഞു പോകുകയില്ല. ഇതിന് ചെടിക്ക് 2-3 പ്രത്യേകതകളുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാന്റ് വലുതായി കഴിയുമ്പം ഇതിൽ നിന്ന് നിറയെ തൈകൾ ഉണ്ടാകും. തൈകൾ ഉണ്ടാകുന്നത് പൂ ഉണ്ടായി, പൂവിൽ നിന്ന് ചെറിയ ഇങ്ങനെ കൊലയായിട്ടുണ്ടായിട്ടും അതിലാണ് തൈകൾ ഉണ്ടാകുന്നത്. ആ തൈകൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വേര് പിടിപ്പിക്കാം. പക്ഷേ അതിലും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളിങ്ങനെ തൈകൾ കിളിർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ചട്ടിയോ അല്ലെങ്കിൽ ഒരു ശകലം ചകിരിപ്പൊടിയോ അല്ലെ ചകിരിയോ എന്തെങ്കിലും എടുത്തിട്ട് ആ വേരിൻ്റെ അവിടെ നിന്ന് കെട്ടിവെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വേര് പിടിക്കും. പെട്ടെന്ന് വേര് പിടിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ് പറിച്ച് അത് കണ്ടിച്ചിട്ട് നമുക്ക് പുതിയ ചെടിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ എളുപ്പമായ മാർഗ്ഗമാണ്. പക്ഷേ നാട്ടിലിത് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇതിനെപ്പോഴും അധികം ചൂട് പറ്റത്തില്ല. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ചെടികളിൽ ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട്. അതിനുദാഹരണമാണ് ഇങ്ങനെ ഇല കരിഞ്ഞു പോകുന്നത്. അത് നമ്മൾ ഇല കരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 22 ഡിഗ്രി വരെയുള്ള ചൂട് ഈ ചെടി താങ്ങും പുറത്താകരിക്കുന്ന സമയത്ത്. പക്ഷേ 22 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത്. ഈ ഇലയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇല ഒരുമാതിരി തിന്നാണ്. അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. അധികം വെള്ളം ഇതിന് കൂടാൻ പാടില്ല. ഏത് ചട്ടിയിൽ നട്ടാലും നമ്മൾ നോക്കേണ്ടത് ഇതിനടിയിലത്തെ ഹോള് എപ്പോഴും ഓപ്പൺ ആണോ എന്നാണ്. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ആ വെള്ളമെല്ലാം അതേപോലെ ഒഴുകിപ്പോകണം ഈ ചെടി നട്ട് കഴിയുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പഴുത്ത ഇലകളൊക്കെ പെറുക്കി കളയണം. നമ്മൾ ചട്ടിയിൽ, അതായത് മണ്ണിൽ നട്ടിരിക്കുന്ന ചെടിക്ക്, നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുന്ന ചെടിക്ക് എപ്പോഴും വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മണ്ണിൽ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇതിനകത്തുള്ള നനവുണ്ടോ ഇല്ലയോന്നോ. ആ നനവില്ല എങ്കിൽ മാത്രമേ ഈ ചെടിക്ക് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനാണ് ഞാൻ ഇതിനകത്തിൽ പറഞ്ഞത്, ഈ നമ്മൾ വെള്ളത്തിൽ നട്ട ചെടിക്കകത്തിൽ നേരെ മണ്ട വരെ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ചെടിയുടെ മുകളിൽ വരെ വെള്ളം എത്തില്ല. അപ്പോൾ ഈ വെള്ളം കിടന്നിട്ട് ഈ ചെടി അഴുകി പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു ചട്ടിയിലെ ചെടിയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിലെ മണ്ണിൽ നോക്കുമ്പോൾ അറിയാം, കണ്ടോ,
ഒത്തിരി ഡ്രൈ ആണ്. അന്നേരമാണ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇലയ്ക്ക് അങ്ങനെ പ്രായമായ ഇലകൾ സാധാരണയായിട്ട് ഇങ്ങനെ ഇല കരിയാറുണ്ട്. അതൊത്തിരി നമ്മൾ അടിയിലടിയിലുള്ള ഇലകൾ കരിഞ്ഞു പോകുന്നത് നോർമലാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഇത് കണ്ടോ, ഈ ഇല കരിയുന്നതൊക്കെ നോർമലല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം തന്നെ കരിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് വിട്ടില്ല. ഇവിടെ വന്നേ പിന്നല്ല കേട്ടോ, നേരത്തെ അങ്ങനെ നിന്നതാണ്. ഞാനിത് അധികം വലിയ മൂടൊന്നും അല്ലായിരുന്നു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പം പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ്. ഇനി ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നല്ല ഹോളുള്ള ചട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഒഴിക്കുന്ന വെള്ളം അടിയിൽ വരെ ചെല്ലുകയും വേണം. അടിയിൽ നിന്ന് വെള്ളം ഒഴുകി പോവുകയും വേണം. അങ്ങനെയാണ് നമ്മൾ സ്പൈഡർ പ്ലാന്റിൻ്റെ കെയർ കൊടുക്കേണ്ടത്. സ്പൈഡർ പ്ലാന്റ് നമ്മൾ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. ഇൻഡോർ വളർത്തുന്ന സമയത്തും ഇതിന് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം. ജനലൊക്കെ ഉള്ള വീടുകൾക്കൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അല്ല എങ്കിൽ നമ്മൾ ഒരു ഉച്ച കഴിയുന്ന സമയത്തൊക്കെ ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് ഒരു ശകലം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഞാനിങ്ങനെ വിൻഡോയുടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന് കൂടുതൽ ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ നട്ടിരിക്കുന്ന മണ്ണും പോട്ടിംഗ് മിക്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. കാരണം പോട്ടിംഗ് മിക്സിൽ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ചെടികൾ അളിഞ്ഞു പോകും. മണ്ണൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നട്ടിരിക്കുന്നത്. സാധാരണ ആരും ഇൻഡോറായിട്ട് മണ്ണ് യൂസ് ചെയ്യാറില്ല. എനിക്ക് കുറേ പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ ചെടി മേടിച്ചിട്ട് അഴുകി പോകുന്നതുകൊണ്ട് ഞാൻ പോട്ടിംഗ് മിക്സ് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. ഇത് ഇൻഡോറായിട്ട് ഒരു ചെടി ഒന്ന് വെച്ച് നോക്കണം. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കും. എയർ പ്യൂരിഫയർ ആണ്. നിങ്ങളും ഇതുപോലെ സ്പൈഡർ പ്ലാന്റ് ഇൻഡോറായിട്ടൊക്കെ ഒന്ന് വളർത്തി നോക്കണം. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിനകത്ത് ലെക്കാബോൾസ് ഇട്ടിട്ട് നമ്മൾ സ്പൈഡർ പ്ലാന്റ് വളർത്തി നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ നല്ല രസമായിരിക്കും. അപ്പം നമുക്ക് അതിന് ഫ്ലവർ വേസിൽ ഇടാൻ പറ്റും. അല്ല എങ്കിൽ ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട് വേറെ ഒരു രീതിയിൽ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ചെടി തന്നെ കണ്ടോ, ഞാൻ വേറെ ഒരു കറുത്ത കപ്പിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം കണ്ടോ. നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫ്ലവർ വേസിനകത്തും ഭരണിയൊക്കെ കിട്ടുമല്ലോ നാട്ടിൽ. ഭരണിക്കകത്തൊക്കെ വിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഡൈനിങ് ടേബിളിലും ഒക്കെ വെക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനത് പല രീതിയിൽ നിങ്ങളെ വെച്ച് കാണിച്ചതാണ്. ഇതിനകത്തുള്ള വെച്ചാലും കണ്ടോ അതിൻ്റെ വ്യത്യാസം കണ്ടോ. പ്ലെയിൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ പെയിൻറ്റ് ചെയ്യാം, ഡിസൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കലാപരമായ കഴിവുകൾ ആ ഗ്ലാസ്സിൽ നമുക്കിങ്ങനെ കാണിക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ വേസിനകത്ത് ഇട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻഡോർ ഇങ്ങനെ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിനെ അലങ്കരിച്ചെടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്പൈഡർ പ്ലാന്റിൻ്റെ ടിപ്പുകളും കെയറും അതുപോലെ തന്നെ മണ്ണിൽ നട്ടാൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ വെള്ളത്തിൽ നട്ടാൽ എങ്ങനെയാണ്, നമ്മളെങ്ങനെ അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്